നമസ്കാരം. പൊങ്കാല ആവേശത്തിലാണ് ഇവിടെ മലപ്പുറത്ത് നിന്ന് എത്തിയ 2-3 ചേച്ചിമാർ. അവർ സ്വന്തമായിട്ട് ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കി അവർ തന്നെ കഴിച്ച എന്നിട്ട് പൊങ്കാല കൂടാനുള്ള പദ്ധതിയിലാണ്. കൂടുതൽ വിവരങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. ചേച്ചി, എന്താണ് ഈ ഒരു കുക്കിങ്ങിലാണല്ലേ? കുക്കിങ്ങിലാണ്. എന്താണ് പറയാനുള്ളത്? എന്താ വെച്ചാൽ ഞങ്ങള് ഈ ആറ്റുകാവില ഇവിടെ ഈ ഒരു പരിപാടി ആദ്യമായിട്ട് വരികയാണ്. ഇവിടെ എങ്ങനെ എന്താണെന്ന് അറിയില്ല. അവിടെയൊക്കെ കുറേ പോയി നോക്കി, ഫുഡ് എന്തെങ്കിലും ഉണ്ടോ നോക്കി, പക്ഷെ അവിടെ ഒന്നും ഇല്ല. അപ്പം എന്തായാലും ഫുഡ് ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പെട്ടെന്നല്ല, അത് ഇവര് വിചാരിച്ചാണ്. പക്ഷെ ഞങ്ങളിപ്പോൾ അവിടെയൊക്കെ ഭക്ഷണം ഉണ്ടോ വെച്ചാൽ അവിടെ പോയി നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല. ഇനി എന്തായാലും പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിക്കാന്നുള്ളതിൽ എത്ര 50 ആള് ഒരു നമ്മളെത്ര 50 ആള് ഉണ്ട്. ആദ്യമായിട്ട് വരികയാണ്. ആദ്യമായിട്ടാണ്. എന്താണ് ഞങ്ങള് നല്ലൊരു ഇതിൽ വന്നതാണ്. നമ്മൾ പൊങ്കാല ഇടണം, വന്ന് പോണം. അപ്പോൾ ഭക്ഷണമൊക്കെ അവിടെ പോയി ഒന്നും ഉണ്ടാവില്ല ചേച്ചി. അപ്പോൾ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കിയാണ് ഞങ്ങൾ ഉണ്ടാക്കി. പോയി പോലീസുകാരൊക്കെ പറയാ വരി നിൽക്കണ്ട പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു വെച്ചു. ഉള്ളത് പറയാലോ, നല്ല തിരക്കാണ് അവിടെ. അതെ 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 അതെ. ബാക്കിയുള്ളവർ കുറെ ആൾക്കാരൊക്കെ അവിടെ എന്തെങ്കിലുമൊക്കെ കഴിക്കാന്നുള്ളതിലേ രാത്രിയിൽ കഴിച്ചു പോകുന്നതല്ലേ. രാത്രി 8 മണി നമ്മൾ എത്തിയപ്പോൾ പുലർച്ചയായി. അല്ലല്ല, ഞങ്ങൾ ഇന്നലെ വന്നതാണ്. ഇന്നിപ്പോ രാവിലെ താമസിക്ക ഈ റൂം സെറ്റാക്കി തന്ന ആളാണ്, ഞങ്ങളെ കൊടുന്ന ആളാണ്. അപ്പൊ ഇവരൊക്കെ ഇവിടെ എത്തിച്ചത് ചേട്ടന്റെ സഹായത്തോടെയാണെന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇതിനൊരു മുൻകൈ എടുക്കാൻ തോന്നിയത്? ഏറ്റവും നല്ല കാര്യമല്ലേ ചെയ്ത്. ഇവിടെ വന്നിട്ടുണ്ടോ ഇതിന് മുമ്പ്? ഞാൻ ഒരുപാട് സാധാരണ ആളെ കൊണ്ടുവരുന്ന ആളാ. ഇവർ കുറച്ച് ആൾക്കാർ പുതിയ ആൾക്കാർ ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെ ഞാൻ സാധാരണ കൊണ്ടുവരുന്ന 1 ബസ് 2 ബസ്സൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എങ്ങനെയാണ് ഇവരൊക്കെ എന്താണ് പറയുന്നത്? നല്ല അഭിപ്രായം. ഇവരെ ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ ഭക്ഷണം ഇവിടെ ആരും അങ്ങനെ കൊണ്ടുവന്നവരും ആരും ഭക്ഷണം കൊടുത്തിട്ടില്ല. ഞാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നല്ല കാര്യമാണ് ഞാൻ ചെയ്തത് എനിക്ക് തോന്നിയിട്ട് ഞാൻ ചെയ്തു. എൻ്റെ വക ഇത്തവണ ഇവര് മാത്രമാണോ വന്നത്? ഇത്തവണ ചേട്ടന്റെ കൂടെ ഇവര് മാത്രമാണ്. ചേട്ടൻ എത്ര വർഷമായി ഇവിടെ വരുന്നത്? എനിക്ക് 57 വർഷമായി പൊങ്കാലയ്ക്കുണ്ട്. അല്ല, പൊങ്കാലയ്ക്ക് വന്നിട്ടില്ല. എനിക്ക് പിന്നെ വയസ്സ് പറഞ്ഞത്. പൊങ്കാലയ്ക്ക് വന്നിട്ട് 8 കൊല്ലം. ഇത് പൊതുവെ സ്ത്രീകളുടെ ശബരിമല എന്നൊക്കെയാണ് നല്ല അഭിപ്രായം. ഞങ്ങളോട് ചോദിച്ചവരും പറഞ്ഞില്ലല്ലോ. എൻ്റെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നവരൊക്കെ നല്ല നല്ല അഭിപ്രായം എന്നെ പറ്റി പറയുന്നു. കാരണം നമ്മൾക്ക് ചതി വഞ്ചന മറ്റുള്ളതൊന്നും എനിക്കില്ല. എൻ്റെ കാര്യം വൃത്തിയായും ചെയ്യും. അത് ഇവിടുത്തെ അമ്മനെ സഹായിക്കും. അതാണ് എൻ്റെ ഉദ്ദേശം. അതാണ്, അല്ലാതെ വേറൊരു ഉദ്ദേശങ്ങളും എനിക്കില്ല. ഇതൊന്നൊരു വരുമാനം ഉണ്ടാക്കാനോ അതൊന്നുമില്ല ഞാൻ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് എനിക്കിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, ഞാൻ പറഞ്ഞ ശരിയല്ലേ? അപ്പം ഇത് ഒരാളും ചെയ്യാത്താണ് ഞാൻ ഇതുണ്ടായി കൊടുക്കുന്നത്. അതിന് അമ്മ സഹായിക്കട്ടെ. ഇവിടെ അധികം സ്ത്രീകളെയാണ് കാണുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം പുരുഷന്മാർ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ചേട്ടനാണ് ഇവർക്കൊക്കെ സഹായങ്ങൾ നൽകിയതെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? എനിക്ക് നല്ലൊരു എന്താ തോന്നിയത്, സന്തോഷം. ഇനിയും ചെയ്യാൻ പറ്റട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അനവധി കാലം വരെ ഇവരുടെ ഒപ്പം വരാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ, മുന്നോട്ട് കൊണ്ടുപോട്ടെ. വീട്ടിൽ ഒരു മോനും ഒരു മോളുണ്ട് ഇപ്പോൾ സ്ഥലത്തുണ്ട്. അവൻ്റെ സഹായം കൂടി ഇതിലെ സാധനങ്ങളൊക്കെ എത്തിക്കാനൊക്കെ അവനാണ് സഹായിച്ചത്. ഇപ്പോഴും എടുക്കാൻ കഴിയുന്നതാണ്. സാധനങ്ങൾ പോലീസ് അവിടെ ജംഗ്ഷനിൽ നിന്ന് ഏറ്റ് ചെയ്ത് വെക്കാം. ഈ സാധനങ്ങളൊക്കെ കുറഞ്ഞാൽ